ഇപ്പോൾ ശ്രീ വി കെ സനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സനോജ്, ഇതിപ്പോൾ രജിസ്ട്രാർ വി സിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് സർവകലാശാലയിലേക്ക് എത്തുകയാണ്. നിയമപരമായി നോക്കുമ്പോൾ അതൊരു നിയമത്തിന്റെ ലംഘനം തന്നെയല്ലേ? പിന്നീട് അതിന് ഒരു സപ്പോർട്ട് നൽകേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ സംഘടനയ്ക്ക്? നിയമലംഘനം നടത്തിയത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ ഇല്ലാത്ത അധികാരമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. രജിസ്ട്രാറെ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. അപ്പൊ സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറെ എന്ത് അവകാശത്തിന്റെ പേരിലാണ് ഇയാള് സസ്പെൻഡ് ചെയ്യുക? അപ്പൊ RSSന്റെ തിട്ടൂരമനുസരിച്ച് RSSന്റെ തീരുമാനമനുസരിച്ച് വൈസ് ചാൻസലർ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് അവിടെയുള്ള ജീവനക്കാർക്കും നമ്മുടെ നാടിനാകെ പ്രഖ്യാപിക്കേണ്ടി വരും. അത് ഒരു നിയമപരമായ പ്രശ്നം കൂടിയായിട്ട് വരികയാണ്. ഏതായാലും ആ പ്രശ്നം കേരളം കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്താണ് അവിടെ നടന്നത് എന്ന്. ഒരു സർവകലാശാല ആസ്ഥാനം RSSന്റെ ശാഖയാക്കി മാറ്റാനുള്ള സ്ഥലമല്ലല്ലോ. ആ സർവകലാശാലയ്ക്ക് വലിയ ചരിത്രമുണ്ട്. ബോധപൂർവം RSS കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാൻ നടത്തുന്ന ഇടപെടലാണ് ഇതിന്റെ പിന്നിൽ. ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ വന്നപ്പോ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വലിയ മാറ്റം, അത് അത്ഭുതകരമായിട്ടുള്ള മാറ്റമായിരുന്നു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരികയാണല്ലോ. കഴിഞ്ഞ ദിവസം വിവിധ യൂണിവേഴ്സിറ്റികൾ അവരുടെ ഡിഗ്രിക്ക് അവിടെ പഠനത്തിന് വന്ന ആളുകളെ പുറത്തു വിട്ടപ്പോ MG യൂണിവേഴ്സിറ്റി, കുസാറ്റ്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അവിടെയെല്ലാം ആയിരക്കണക്കിന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുണ്ട്, UK നിന്നുണ്ട്, US നിന്നുണ്ട്, ഈജിപ്തിൽ നിന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പോ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ലോകമാകെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ്. ഈ മാറ്റത്തെയാണ് ഇത് തകർക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. RSSന് വളരെ കൃത്യമായ ഒരു അജണ്ട ഈ കാര്യത്തിലുണ്ട്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം തകർത്താൽ മാത്രമേ മതനിരപേക്ഷമായിട്ടൊരു അന്തരീക്ഷത്തെ ഇവിടെ തകർക്കാൻ വേണ്ടി കഴിയും. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം പ്രതിരോധകരമായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇതിനു മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും അല്ലേ? ശക്തമായ പ്രതിഷേധത്തിന് DYFI നേതൃത്വം കൊടുക്കും. ശരി, വളരെ നന്ദി ശ്രീ വി കെ സനോജ്. DYFI സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ശക്തമായ പ്രതിഷേധവുമായി യുവസംഘടനകൾ മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ കൂടുതൽ അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം. നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ ഇൻചാർജായിട്ടുള്ള സിസ തോമസിനെതിരെയുള്ള ഒരു പ്രതിഷേധം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സർവകലാശാലയിൽ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇടത് സംഘടനകൾ എന്താണ് വിശദീകരിക്കുന്നത്? സാധ്യത തള്ളിക്കളയാനാകില്ല. 10 മണിയോടുകൂടിയാണ് രജിസ്ട്രാർ അനിൽകുമാർ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അനിൽകുമാറിന് ഭരണഘടന നൽകിയാകും ഇവിടെ സ്വീകരിക്കുക. അത് ഇടത് ജീവനക്കാരുടെ സംഘടനകളും SFIയും ഒക്കെ ഭരണഘടനയുടെ വകുപ്പ് അനിൽകുമാർ നൽകി. കാരണം അദ്ദേഹം ഭരണഘടന സംരക്ഷിക്കാൻ നിലകൊണ്ടു എന്നൊരു വ്യാഖ്യാനമാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്നത്. ഭാരതാംബ വിഷയം അത്തരത്തിൽ മതചിഹ്നമായി തന്നെ കാണണം. അത്തരത്തിൽ മതചിഹ്നങ്ങൾ കേരള സർവകലാശാല അനുവദിക്കാനാകില്ല. അതിനെതിരെയാണ് അദ്ദേഹം നിലപാടെടുത്തത്. അങ്ങനെ നിലപാടെടുത്ത അദ്ദേഹത്തെയാണ് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ ഗവർണറുടെ അനുഗ്രഹാശിസോടുകൂടി VC മോഹൻ കുന്നുമർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണഘടന നൽകി സംരക്ഷിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നത്. 10 മണിയോടെ അദ്ദേഹം എത്തും. സിസ തോമസും 11 മണിക്ക് ശേഷം ഇവിടേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. അവർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അനിൽകുമാർ ചുമതല ഏറ്റെടുക്കാൻ വന്നാൽ അദ്ദേഹത്തെ തടയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കോ BJPയും മറ്റ് സംഘടനകളും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അനിൽകുമാർ ഓഫീസിലെത്തും. അത് തികച്ചും അസാധാരണമായ നടപടിയാണ്. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ സസ്പെൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഓഫീസിലേക്ക് എത്തുക, ചുമതലയിൽ തുടരുക. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ശേഷം വൈകിട്ട് വീണ്ടും ഓഫീസിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വരുന്നത് തികച്ചും അസാധാരണമായ നടപടിയാണ്. അതിനെങ്ങനെയാകും ഇനി? സ്വാഭാവികമായും സിൻഡിക്കേറ്റ് ഭൂരിപക്ഷം ഇടത് മുന്നണിക്കാണ്, ഇടത് മുന്നണിയുടെ മെമ്പർ അംഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു നടപടി അദ്ദേഹത്തിന് ഉണ്ടാകില്ല. അവിടെ ഉണ്ടാകേണ്ടത്
ഗവർണറുടെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കങ്ങളാണ്, ഇടപെടലുകളാണ്. പ്രത്യേക അധികാരം ഉപയോഗിച്ച വൈസ് ചാൻസലർക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യവും പ്രസക്തമാണ്. അതിനി എങ്ങനെ ഉണ്ടാകും? ഈ രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും ഓഫീസിലേക്ക് എത്തിയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ രാജ്ഭവൻ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 10 മണിയോടുകൂടി അനിൽകുമാർ ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന് മുമ്പായി പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. SFIയുടെ മാർച്ച് രാജ്ഭവനിലേക്കാണ്. മറ്റൊരു വിഷയത്തിൽ KSU നഗരത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. KSU ഒക്കെ ഇന്നലെ ഈ ഗവർണർക്കെതിരെയും അതുപോലെ BCക്കെതിരെയും നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു. ABVP ഗവർണറെ പിന്തുണച്ചും രംഗത്ത് വന്നിരുന്നു. ഏതായാലും സർവകലാശാല വിഷയം പുതിയ ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ്. രണ്ടു പക്ഷവും ഇതിന്റെ രാഷ്ട്രീയ സാധ്യതകൾ കൂടി കാണുന്നു. സംഘപരിവാറിന് വേണ്ടിയാണ് ഗവർണറും VCയും പ്രവർത്തിക്കുന്ന ആരോപണമാണ് CPM ഇടത് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗവർണർക്കെതിരായ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമായി കൂടിയാണ് ഇടതു മുന്നണി കാണുന്നത്. രാഷ്ട്രീയ പോരാട്ട അവസരമായി കൂടിയാണ് കാണുന്നത്. BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി CPM നേതൃത്വം കാണും. അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. കോൺഗ്രസിന്റെ UDFന്റെ പ്രധാന ആരോപണം ഒത്തുകളിയാണ് സംസ്ഥാനത്ത് BJPയും CPMഉം തമ്മിൽ എന്നുള്ളതാണ്. അത് മറികടക്കാനുള്ള ഏറ്റവും നല്ല ആയുധമായി ഈ ഗവർണർക്കെതിരെയുള്ള പോരാട്ടം ഇടതുപക്ഷം ഉപയോഗിക്കും. ഇപ്പോൾ അത് SFIയും DYFIയുമാണ് സമരരംഗത്തെങ്കിൽ വൈകാതെ CPMഉം ഈ സമരം ഏറ്റെടുത്തേക്കാം. ഇന്ന് തന്നെ MV ഗോവിന്ദന്റെ ലേഖനത്തിലൊക്കെ കടുത്ത വിമർശനം ഈ ഗവർണർക്കെതിരെയുണ്ട്, ഇത്തരം നീക്കങ്ങൾക്കെതിരെയുണ്ട്. അതിലൊരു രാഷ്ട്രീയ സാധ്യത അവർ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉയർത്തിപ്പിടിച്ചാകും ഇനിയുള്ള ദിവസങ്ങളിൽ CPM മുന്നോട്ട് പോവുക. CPMനും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഈ കോൺഗ്രസും ഈ വിഷയത്തിൽ ഗവർണർക്കും VCക്കുമെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. VCയുടെ നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത്. ഇന്ന് തന്നെ MV ഗോവിന്ദ് ലേഖനത്തിൽ ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നാണ് CPM ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നത്. വ്യക്തിപരമായ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾ രാജ്ഭവനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്, ഭരണഘടനയ്ക്ക് വിധേയനായി അതിന്റെ സംരക്ഷകരായി നിൽക്കണമെന്ന് ദേശാഭിമാനി പറയുന്നു. രാജ്ഭവനിൽ വച്ചിട്ടുള്ളത് RSS സങ്കല്പത്തിലുള്ള ഭാരതമാതാവാണ്. കാവിസാരി അണിഞ്ഞ സ്ത്രീരൂപത്തെ ഭാരതമാതാവിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ല എന്നുള്ള കടുത്ത വിമർശനം ദേശാഭിമാനി ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയം രാഷ്ട്രീയമായി കൂടി പൂർണ്ണമായും രാഷ്ട്രീയ വിഷയം മാറുകയാണ്. സർക്കാർ ഗവർണർ പോര് അതിന് രാഷ്ട്രീയ സാധ്യതകൾ തേടിയാണ് ഇടതുമുന്നണിയും UDFും അതുപോലെ BJPയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കൂടുതൽ രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ഇന്ന് രജിസ്ട്രാർ വീണ്ടും ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റ് പ്രതിഷേധ പരിപാടികളിലേക്കൊന്നും BJPയുടെ സംഘടനകൾ കടക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നറിയണം. മാത്രമല്ല രജിസ്ട്രാറെ ഭരണഘടന നൽകി സ്വീകരിക്കാൻ അവിടെ SFI തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാൻ സർവ്വസജ്ജമായി പോലീസിന്റെ വലിയൊരു സന്നാഹവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല VCയുടെ നിലവിലത്തെ ഇൻചാർജായിട്ടുള്ള സിസ തോമസ് അവിടേക്ക് 11 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയുന്നത്. അപ്പോൾ സിസ തോമസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന്, അതും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കടുക്കുന്നു. ഇന്നലെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും രാജ്ഭവന് മുന്നിൽ വലിയ പ്രതിഷേധ ധർണ നടത്താൻ തന്നെയാണ് SFIയുടെ DYFIയുടെയും തീരുമാനം.